മനുഷ്യരാശിയുടെ പുരോഗതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ വിഭജനം ചെയ്ത ശിവഗിരി തീർത്ഥാടനം 91-ാം വാർഷിക നിറവിൽ ഡിസംബർ 30, 31, ജനുവരി 1 എന്നീ തീയതികളിൽ നടത്തപ്പെടുന്ന ലോകശ്രദ്ധേയമായ തീർത്ഥാടനത്തിന്റെ സമ്മേളന ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് ഗുരുഭാഗനന്ദ സ്വാമികൾ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന മാനവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗുരു വിഭാവനം ചെയ്ത തീർത്ഥാടന ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർത്ഥാടനം ആഹ്വാനം ചെയ്ത ഗുരുവചനം പരിഷ്കൃത സമൂഹവും പാലിക്കുന്നതാണ് ഇവിടെ തീർത്ഥാടന മഹാമഹത്തിലെ ജനപങ്കാളിത്തത്തിൽ കാണുന്നതെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ശ്രീബുദ്ധന്റെ അഷ്ടാംഗമാർഗം പോലെ 8 കാര്യങ്ങൾ ഗുരു നിർദ്ദേശിക്കുകയുണ്ടായി. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം എന്നിങ്ങനെയുള്ള 8 കാര്യങ്ങളാണ് ഓരോ ശിവഗിരി തീർത്ഥാടകരും ലക്ഷ്യമായി കരുതേണ്ടത് എന്ന് ഗുരു പറയുമ്പോൾ അത് സ്വസമുദായത്തിൻ്റെ അഭിവൃദ്ധി മാത്രമല്ല, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനമാണ് ലക്ഷ്യമാക്കിയത് എന്ന് വ്യക്തമാണ്. അറിവ് നേടാനും സാമ്പത്തികമായി സ്വാശ്രയത്വത്തിൽ എത്താനുമാണ് ഗുരു ഉപദേശിച്ചത്. സാങ്കേതിക ജ്ഞാനമടക്കം നേടണമെന്ന് അന്നേ ഗുരു പറഞ്ഞു. എത്ര വലിയ ദീർഘദർശിത്വമാണ് അതിലുള്ളത്. ഈ ലക്ഷ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ലഘുപ്രസംഗങ്ങൾ ചെയ്യണമെന്നും ഗുരു പറയുകയുണ്ടായി. തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഈ ലക്ഷ്യം അറിയണമെന്നില്ല. അതുകൊണ്ടാണ് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ, ഇതെന്തിനു വേണ്ടിയെന്ന് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ മുൻകൂട്ടി പരിശീലിപ്പിച്ച ഒരു സംഘത്തെ നിയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചു. ബുദ്ധസംഘത്തിൻ്റെ മാതൃകയിൽ ഒരു ധർമ്മസംഘം രൂപീകരിക്കാൻ അതിലംഗങ്ങളായിട്ടുള്ളവർ ആശ്രമവാസികളായി കഴിയാതെ ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് അവരുടെ പ്രശ്നം മനസ്സിലാക്കി അവയ്ക്കുള്ള പ്രതിവിധി നിർദ്ദേശിക്കാൻ സന്നദ്ധരാകണമെന്നും ഗുരു ഉപദേശിച്ചു. ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് മാറുന്ന ജനജീവിതത്തിനനുസരിച്ച് ദർശനങ്ങളുടെ വ്യാഖ്യാനത്തിനും മാറ്റം വരുത്തണമെന്നുള്ള അറിവ് സന്യാസിമാർക്കുണ്ടാവുന്നത്. ആശ്രമത്തിൽ നിന്ന് ഭജിക്കാനല്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ഗുരു ഉപദേശിച്ചത്. ഇങ്ങനെ ജനജീവിതം മെച്ചപ്പെടുത്താൻ തത്വചിന്ത കൊണ്ടിടപെട്ട എത്ര സന്യാസി ശ്രേഷ്ഠർ നമുക്കുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ വേറിട്ട വ്യക്തിത്വം നമുക്ക് കൂടുതലായി മനസ്സിലാക്കാനാവും. ജഗത്ത് മിഥ്യയാണ് എന്ന വാദത്തിൻ്റെ നേരെ എതിർദിശയിലാണ് ഈ ഗുരുവരൻ നിലകൊണ്ടത്. ജഗത്ത് സത്യമാണെന്നും ഈ ലോകജീവിതം നന്നാവേണ്ടതുണ്ട് എന്നുമാണ് ഗുരു പഠിപ്പിച്ചത്. ഒരു സവിശേഷ ചരിത്ര സന്ദർഭത്തിലാണ് ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനാഘോഷം നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞുപോയ ക്രിസ്മസ് ദിനം മഹാ ദുരന്തത്തിന്റെ അടയാളപ്പെടുത്തലുമായി മാറിയെന്നും ലോക ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്മസ് രാവ് കടന്നുപോയതായും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീമദ് അവ്യയാനന്ദ സ്വാമികൾ രചിച്ച ശിവഗിരി മഠം പബ്ലിക്കേഷൻസ് പ്രസിദ്ധപ്പെടുത്തിയ ശിവഗിരി നമ്മുടെ പുണ്യതീർത്ഥം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കേരള സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, MLA രമേശ് ചെന്നിത്തല, MLA അഡ്വക്കേറ്റ് V ജോയ്, വർക്കല നഗരസഭാ ചെയർമാൻ KM ലാജി, ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി എത്തി. വിസ്മയ ന്യൂസ്, വർക്കല.